കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിൽ മൂന്നാർ സ്പെഷ്യൽ തഹസിൽദാരെ ഭീഷണിപ്പെടുത്തി ദേവികുളം എം.എൽ.എ. എ. രാജ കയ്യും കാലും തല്ലിയൊടിക്കും എന്നാണ് ഭീഷണി. റവന്യൂ ഉദ്യോഗസ്ഥർ അടിമേടിക്കുമെന്നും എ. രാജ എം.എൽ.എ. പറയുന്നുണ്ട്. നിയമം നോക്കിയാൽ നാട്ടിൽ കെട്ടിടങ്ങൾ ഉയരില്ലെന്നും തഹസിൽദാർ CV ഗായത്രിയെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നുണ്ട് രാജ. നിങ്ങളുടെ സ്കില്ല് ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള ആളുകൾ കുറെ കാലം ഈ പ്രദേശത്ത് അത് അവരാര് കറങ്ങി നടന്നാലും ആര് പറഞ്ഞാലും അത് ജെനുവിനാണോ നോക്കിയിട്ട് മാത്രമേ അവരോട് പറഞ്ഞേക്കണം. മര്യാദയ്ക്ക് തന്നെ കയ്യും കാലം തല്ലി പിടിക്കും. ഉള്ള കാര്യം പറഞ്ഞേക്കാം. നിങ്ങളുടെ സ്റ്റാഫുകളോട്, നടരാജൻ അടക്കമുള്ള ആളുകളോട് കേട്ടോ, ഇതുവരെ നമ്മൾ പറഞ്ഞ മാന്യമായിട്ടുള്ള ഭാഷയിലാണ് പറഞ്ഞത്. മാന്യമായിട്ടുള്ള ഭാഷ കേൾക്കാൻ അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ അവർക്ക് കഴിഞ്ഞില്ലെങ്കിൽ എന്റെ അറിവില് അവരാരും തന്നെ ഞാൻ വരാതെ ഒരു സ്ഥലത്തും വന്ന് അവര് കേസുകൾ വന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അല്ലാതെ ഞാനല്ല പറയുന്നത്, ഉത്തരവാദിത്തപ്പെട്ട ആളാ പറയുന്നത്. ആൽവിൻ തോമസ് അവിടെ നിന്ന് ചേരുന്നുണ്ട്. ആൽവിൻ, ഇതിപ്പോൾ ഒരു MLA നിയമം പാലിക്കാൻ നോക്കുന്ന ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുകയാണ്. ഞാനാണ് പറയുന്നത്, ഉത്തരവാദിത്തമുള്ള ആളാണ് പറയുന്നതെന്ന് പറയുമ്പോൾ തന്നെ കയ്യും കാലും തല്ലി ഒടിക്കും എന്നാണ് പറയുന്നത്. ഒരു ഉദ്യോഗസ്ഥയെ വിളിച്ച് ഫോണിൽ ഈ MLA അങ്ങേയറ്റം പ്രതിഷേധാർഹമാണല്ലോ. എന്താണ് ഉണ്ടായത്? അതാണ് സനീഷ, നമ്മൾ കേട്ട ശബ്ദം എന്ന് പറയുന്നത് ദേവികുളം MLA എ രാജയുടെ ഫോൺ സംഭാഷണമാണ്. അദ്ദേഹം മൂന്നാർ സ്പെഷ്യൽ തഹസിൽദാർ ആയ ഗായത്രിയെ വിളിച്ച് സംസാരിക്കുന്നതാണ് നമ്മൾ കേൾക്കുന്നത്. ഏതാണ്ട് 38 മിനിറ്റോളം വരുന്ന ഒരു സംസാരത്തിലാണ് ഇത്തരത്തിലുള്ള ഭീഷണികൾ അദ്ദേഹം ഈ ഫോൺ കോളിൽ മുഴക്കുന്നത്. ദേവികുളം സ്പെഷ്യൽ തഹസിൽദാർ അവിടെ ഒരു കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് ഒരിടത്ത് ചെല്ലുകയും ആ കയ്യേറ്റം നടന്ന സ്ഥലത്ത് അവരുടെ പട്ടയം ഭൂമിയിൽ കവിഞ്ഞ്, അതായത് പുറമ്പോക്ക് ഭൂമി കൂടി ഏറ്റെടുത്ത് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അവരോട് അത് പൊളിച്ചു മാറ്റണമെന്ന് അറിയിക്കുകയും അത്തരത്തിൽ ആവശ്യപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് അവർ പറയുന്നത്. പക്ഷേ ആവശ്യപ്പെട്ടവർക്ക് വേണ്ടിയാണ് ഈ എ രാജ MLA ഇത്തരത്തിൽ ഇടപെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇത് മൂന്നാർ ഗസ്റ്റ് ഹൗസിന് സമീപത്തുള്ള ഒരു പുറമ്പോക്ക് ഏരിയയിൽ നിർമ്മാണ പ്രവർത്തികൾ നടത്തിയപ്പോഴാണ് ഇത്തരത്തിലൊരു ഇടപെടൽ റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നുള്ളതാണ് തഹസിൽദാർ ഈ ഫോൺ കോളിൽ പറയുകയും ഇത് MLAയോട് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. പക്ഷേ MLA വളരെ ക്രോധത്തോടു കൂടിയാണ് അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ സംസാരം പറയുന്നത്. റവന്യൂ ഉദ്യോഗസ്ഥരായിട്ടുള്ള മറ്റ് ഉദ്യോഗസ്ഥർ അവർ മര്യാദയ്ക്ക് പോയില്ലെങ്കിൽ കയ്യും കാലും തല്ലി ഒടിക്കും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഭീഷണിയായി അദ്ദേഹം ഈ പറയുന്നത്. തഹസിൽദാരോടാണ് അത് പറയുന്നത്. തഹസിൽദാർ ഏറെ നേരം അവരുടെ ഭാഗം വിശദീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഏതാണ്ട് 38 മിനിറ്റോളമുള്ള ഒരു ഓഡിയോ ക്ലിപ്പാണ് ഇത്. അതിൽ തുടക്ക ഭാഗത്താണ് ഇത്തരത്തിലൊരു ഭീഷണി MLA മുഴക്കുകയും തഹസിൽദാരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നത്. തഹസിൽദാർ പിന്നീട് പറയുകയും ചെയ്യുന്നുണ്ട്, എനിക്ക് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ മമതയോ ഒരു യാതൊരുത്തിലുള്ള പൊളിറ്റിക്സോ ഉള്ള ആളല്ല, ഇത്തരത്തിലുള്ള നിയമവിരുദ്ധമായ കാര്യങ്ങൾ കണ്ടാൽ ഇടപെടുക എന്നത് തന്നെയാണ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥയുടെ നിലപാട്. അതാണ് താൻ ചെയ്തത്, അത് ഇനിയും തുടരുകയും ചെയ്യും എന്നുള്ളത് അദ്ദേഹം അവരെ ഈ ഫോൺ കോളിൽ തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. മൂന്നാർ സ്പെഷ്യൽ തഹസിൽദാരെയാണ്, ഗായത്രി എന്ന സ്പെഷ്യൽ തഹസിൽദാരെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ഭീഷണി മുഴക്കിക്കൊണ്ട് ദേവികുളം MLA എ രാജ രംഗത്തെത്തിയിട്ടുള്ളത്. സനീഷ, ശരി, അവിടെ മൂന്നാറിൽ ആ ഭാഗത്തൊക്കെ ഇതൊരു ഉദ്യോഗസ്ഥരായിട്ടുള്ളൊരു വഴക്ക് പതിവാണ്. അവിടെ ഈ ഭൂപ്രശ്നം വല്ലാത്ത തോതിലുള്ളതുകൊണ്ടും സാധാരണക്കാർക്ക് ആ നിലക്കുള്ള പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് കൊണ്ടും ഈ ജനങ്ങളുടെ പ്രതിനിധികൾ ഒരല്പം റഫായിട്ടൊക്കെ സംസാരിക്കുന്ന പതിവാണ്. പക്ഷേ ഇത് അങ്ങേയറ്റം കയ്യും കാലും തല്ലിയൊടിക്കും എന്നങ്ങ് ഒരു ഉദ്യോഗസ്ഥയെ വിളിച്ചിട്ട് ഒന്ന് അവരോട് ഒരു വേണ്ട ബഹുമാനമില്ലാതെ പരസ്പര ബഹുമാനമില്ലാതെ സംസാരിക്കുകയാണ്. മറ്റ് 2 ആളുകളെ തല്ലും എന്നൊക്കെയാണ് ഈ ഭീഷണിപ്പെടുന്നത്. ഒട്ടും ശരിയല്ലാത്ത കാര്യമാണ്. അതിൻ്റെ വിശദാംശങ്ങളാണ് ആൽവിൻ നൽകിയത്. മറ്റൊരു